ഒരാൾ നല്ല ഉറക്കത്തിലാണ്. നമുക്ക് പോകുന്നത് ചായ ഇട്ട് കൊടുക്കാം. വെൽക്കം ടു മൈ ചായ വെക്കൽ വ്ളോഗ്. ചേച്ചിമാരെല്ലാവരും പോയി. ഇത് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ അടുക്കളയാണ് ഗൈസ്. അവിടെ നമ്മൾ വല്ലപ്പോഴും കൂടെ എന്തെങ്കിലും കുക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ചായ വയ്ക്കാൻ പോവുകയാണ്. ചായ വയ്ക്കാൻ വേണ്ടി ഞാൻ പോയി പാലൊക്കെ മേടിച്ചു. ഇളനാടിൻ്റെ പാലാണ് നമ്മൾ മേടിച്ചത്. ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മളിവിടെയാണ് കുക്ക് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗ്യാസും കുറച്ച് അടുപ്പുളത്തെ സാധനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊതി വരുമ്പോൾ ഉണ്ടാക്കി കഴിക്കുമെന്നല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ രീതിയിൽ കുക്ക് ചെയ്യാറില്ല. പിന്നെ കുടിവെള്ളം ചിലപ്പോൾ വയ്ക്കും. മോസ്റ്റ്ലി ആക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവരാണ് ചെയ്യാറ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്തപ്പോൾ ഞാനിവിടെ വയ്ക്കും. ഇത് നമ്മുടെ പണ്ടത്തെ ഗ്യാസ് സ്റ്റൗ ആണ്. നമ്മൾ അവിടെ നിന്ന് ഗ്യാസ് എറണാകുളത്ത് നിന്ന് ഗ്യാസ് എടുത്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാണ്ട് അതും കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എനിക്കാണെങ്കിൽ 5:50 ബസ്സിന് പോകണം. ഇപ്പോൾ ടൈം 5:05 സോ വേഗം ചായ വെച്ച് കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. പിന്നെ ചായ വയ്ക്കാൻ നമ്മൾ പാല് മേടിച്ചു. ഈ കവറ് പാലിൻ്റെ കൂടി ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്താണ് വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല. ആകെ 2 പേരല്ലേ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഒരു കുറുക്ക് വഴി ചെയ്യാമെന്ന്. ഐ വിൽ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. ഇത് കൊക്കോ പൗഡറാണ്. ആൻഡ് ദിസ് വാസ് ഫ്രൂട്ടോമാൻസ് കോൺ സ്റ്റാർച്ച്. അപ്പോൾ ഞാൻ അടുത്ത് കുറച്ച് കോൺ സ്റ്റാർച്ച് ഒഴിച്ച് പാല് കുറച്ച് തിക്കാക്കിയിട്ട് ഈ ചോക്കോ പൗഡറും കൂടി ഇട്ട് ഒരു ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കാമെന്ന്. കോഫി ഉണ്ടാക്കാൻ ഐ തിങ്ക് കോഫി പൗഡർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയത്തില്ല. ഗൈസ് ഉണ്ടാവും, കോഫി പൗഡർ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാല് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ദിസ് ഈസ് അവർ പാല് തിളക്കട്ടെ. തിളച്ചപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ കോൺ സ്റ്റാർച്ച് ഒരു കപ്പിലിട്ട് എന്താക്കിയെടുക്കണം. കപ്പിലിട്ടിട്ട് കുറച്ച് ചൂടുപാലിട്ട് ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കട്ടയായിട്ട് കിടക്കും. ഇങ്ങനെ ഇട്ടാലും കട്ടയായിട്ട് കിടക്കും. ചൂടായ പാല് കുറച്ചെടുത്ത് കപ്പിലോട്ട് ഒഴിക്കുക. നമ്മുടെ കോൺ സ്റ്റാർച്ച്. വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ട്രൈപോഡൊക്കെ എനിക്ക് അപ്പുറത്തേക്ക് വൈകിനൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. സോ കോൺ സ്റ്റാർച്ച് പിന്നെ കുറച്ചിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. എനിക്കിന് അളവും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഒരു കൈ കണക്കാണ്. ചൂടായ പാലായതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു വരും. ഇടയ്ക്കൊക്കെ പാല് തിരിഞ്ഞ് നോക്കണം. അവസാനം മൊത്തത്തിൽ ലീക്കേജ് പോയാൽ തോന്നുന്നു. കുറച്ചും കൂടെ ഇടാം, ആർക്ക് നഷ്ടങ്ങൾ. ഞാൻ ഇളകുമ്പോൾ എല്ലാം താഴത്തൊക്കെ പോകും കേട്ടോ. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യണം. നമുക്ക് ഇതും കൂടെ അതിലോട്ട് ഒഴിക്കണം. പിന്നെ ഇനി കഴിക്കാൻ ഞം എന്തെങ്കിലും ഉണ്ടാക്കണം. പക്ഷെ അതിന് 2 പഴമുണ്ട്. പക്ഷെ ഇവിടെ നെയ്യുടെ പാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഇപ്പം നെയ്യില്ല. ഇത് നമുക്ക് ഇന്നത്തെ വെച്ചു. എന്നിട്ട് ഇനി ഇത് കുറുകും. മീൻസ് നല്ല രീതിയിൽ കുറുകും. നിങ്ങൾക്ക് എൻ്റെ വിസിബിലിറ്റി പോയല്ലേ, സോറി ഗൈസ്. ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാല്. പിന്നെ നമ്മൾ കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കുറുകിപ്പന്നലായി പോകും. സോ ഉറക്കത്തിലാണ്
ആൾക്ക് തന്നെയാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. പക്ഷെ കഴിക്കാൻ എന്തെങ്കിലും വേണം. അപ്പം ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ഗീ മേടിക്കാം. നമുക്ക് ഗീ മേടിക്കാൻ പോകണം. ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് പോയിട്ട് കടയിൽ പോയിട്ട് എന്താ മേടിക്കാമെന്നൊക്കെ പറഞ്ഞില്ല. അതൊക്കെ നിങ്ങൾ തുടച്ചു കളഞ്ഞു. കാരണം എനിക്ക് വലിയ കാര്യം പണിയെടുക്കാൻ. ഇത് നമുക്ക് പണിയെടുക്കാത്ത എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും സെറ്റ് ചെയ്യാനൊന്നുമില്ല. അവിടെ കുറച്ച് അവിലുണ്ട്, അത് കുറച്ച് പഴം ഇങ്ങനെ വെട്ടി നുറുക്കി അതിനകത്തോട്ട് ഇടുന്നു. ഇതും കൂടി സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഗ്ലാസ്. കോൺക്ലേവിന് പോയപ്പോൾ, മനോരമയുടെ കോൺക്ലേവിന് പോയപ്പോൾ കിട്ടിയതാണ് 2025. അപ്പോൾ ഇതൊരു കപ്പേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കപ്പിലാണ് കുടിക്കുന്നത്. ഇത് തന്നെ 2 കപ്പിനുള്ളതുണ്ട്. സോ അതെങ്ങനെ കാണുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ ആദ്യം നമുക്ക് കുറച്ച് പാല് ഇതിലോട്ട് ഒഴിക്കാം. ദെൻ നമ്മുടെ മെയിൻ സാധനം ഇത് നമുക്ക് കുറച്ച് അതിലോട്ട് തട്ടാം. ഓക്കെ, കൂടിപ്പോയാവുന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനിട്ടിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ കട്ട ഉണ്ടാവും. ഞാൻ ഷോ ചെയ്യും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കട്ടയുണ്ടാവും. ആ കട്ടയെല്ലാം ബ്രേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ആ കട്ടയെല്ലാം നിങ്ങൾ ബ്രേക്ക് ചെയ്തെടുക്കണം. കുറച്ച് മുകളിൽ പഞ്ചസാര കൂടി ഇടാം. പഞ്ചസാര ഹാനികരമാണ്, എന്നാൽ പോലും ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഇല്ലാതെ ഇങ്ങനെ കുടിക്കണം. അവന് പിന്നെ പഞ്ചസാര വേണം, എനിക്ക് പഞ്ചസാര സോറി ഫോൺ മറിഞ്ഞു പോയതാ. എനിക്ക് പഞ്ചസാര ഇവിടെ തിളച്ച പാലിരിക്കണം, അതിനകത്തോട്ടൊന്നും വീഴാൻ ബാക്കി. എനിക്ക് ചായക്ക് പഞ്ചസാര ഇല്ലെങ്കിൽ അടിക്ക് ചായക്ക് പഞ്ചസാര വേണ്ടത് കൊണ്ട് മാത്രം നമ്മൾ ഇടുന്നുകൊണ്ടിടുന്നു. ഉള്ളാണ് ഇട്ടത്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾ അതിനടുത്ത് മാഷ് ചെയ്യുക, ഇടുക, വീണ്ടും മാഷ് ചെയ്യുക, ഇടുക. ഇവിടെ ഇല്ല, ഇവിടെ ആകുമ്പോൾ വീഴത്തില്ല. നല്ല മധുരമുണ്ട്. നമുക്ക് ബാക്കി പാലും കൂടി ഇതിനകത്ത് കഴിക്കാം. ഈ ഒരു ഗ്ലാസ് ഫുള്ള് നമ്മൾ കോഫി അല്ലല്ലോ ഇത്, എന്തോ ഇത്, വാട്ടർ ഇട്ട് ആ സാധനം അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഞം. അതിനാദ്യമായിട്ട് നിങ്ങളൊരു പാത്രം എടുക്കും. പിന്നെ ഇത് ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചാൽ എനിക്ക് വയ്യ, അടുക്കളയൊക്കെ ഭയങ്കര ചൂടാണ്. നമുക്ക് അവിടെ പോകാം, നമ്മുടെ റൂമിൽ അങ്കിലും അവിടെ കിടക്കുന്നത്. അപ്പം നമുക്ക് അവിടെ പോകാം. എന്നിട്ട് ഇവിടുന്ന് ഒരു കത്തിയും എടുത്തിട്ട് പോകാം. എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ പാലിൽ പാട ചൂടാൻ പാടില്ല, ഇഷ്ടമല്ല പാട. നമ്മൾ പാട ചൂടാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നമുക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് അവില്. ശർക്കരയൊന്നും നമ്മുടെ കയ്യിലില്ല. ഉണ്ടോ ഒന്നും തോന്നുന്നു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. പണ്ട് താമസിച്ചുകൊണ്ട് കിടന്ന് മേടിച്ച ശർക്കരന് വല്ലതും ഉണ്ടോ എന്ന് വിചാരിച്ചില്ല. ആദ്യം നമ്മൾ അവിലിടുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉറുമ്പുള്ള പഞ്ചസാര. നമുക്ക് ഉറുമ്പില്ലാത്തതാണെങ്കിൽ ഗ്രേറ്റ്. ഞങ്ങൾക്ക് ഉറുമ്പുണ്ട്, അതുകൊണ്ട് ഉള്ളതിടാം. ഉറുമ്പുണ്ടെങ്കിൽ ഇതൊക്കെ പൊയ്ക്കോളും. എന്നിട്ട് കത്തി എടുക്കുക, പഴം വെട്ടുക.
അപ്പോൾ ഇതേണ്ട നമ്മുടെ അഗ്ഗി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നീ വേണം പാലൊഴിക്കാൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒഴിക്കാം. ഐ വിൽ ഷോ യു ഹൗ. അങ്ങനെ കഴിക്കണ്ട, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നന്നായി. ഇനി വേണോ കൊക്കോ പൗഡർ? കുറ്റാണല്ലോ മൊത്തം പറയണത്, കുച്ചൂടാനെ. അങ്ങനെ പാല് ഒഴിക്കുക. പാല് കൂടിപ്പോന്നൊരു സംശയം. മതിയാ? പഞ്ചസാര ഇച്ചിരി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഉറുമ്പില്ലാതെ. ഇനി പഞ്ചസാര ഷുഗർ കട്ടായിട്ടുള്ളവർ പഞ്ചസാര ഇടണ്ട, മതിയടാ. ഞാൻ ഷുഗർ കട്ട നേരെയാക്കത്, നേരെയാ. ഞാൻ അവിടെ ഇരിക്കാം, അഗീൻ്റെ അടുത്തിരിക്കാം. കുഴപ്പമില്ല. ഇന്നലെ കഴിച്ചതിൻ്റെ അമേരിക്കയുടെ അടുത്തൊരെത്തിയിട്ടുണ്ട്. നല്ലതല്ലേ? അല്ലാന്ന് പറയരുത്, എൻ്റെ വ്ളോഗാ. ഇതിനകത്ത് മിക്സർ വേണം ഗൈസ്. അപ്പൊ ബായ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞാൻ അടുത്തോട്ട് വാ. ബായ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലും ഞങ്ങൾക്ക് പൈസ കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എന്തൊക്കെ അതൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പൊ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാലല്ലേ ഞങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ, എന്നാലേ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലേ? പിന്നെ എല്ലാവരും എൻ്റെ ഇൻസ്റ്റ കൂടി ഫോളോ ചെയ്തോ. നമ്മൾ ഇങ്ങനെ വളർന്ന് വലുതാവട്ടെ, അല്ലേ? അതെ, നമ്മൾ